ദിവസത്തേക്ക് നമ്മൾ ഇന്നത്തെ കർത്തവ്യത്തേക്ക് നമ്മൾ കർത്തവ്യം നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് മെയിൻലി നമ്മുടെ ടീം അംഗവും നമ്മുടെ ഫാമിലി മെമ്പറുമായ അഖിൽ ബ്രോ ഓൾ ഇന്ത്യ അഖിൽ ബ്രോ ഓൾ ഇന്ത്യ അടിച്ചു. പോയിട്ട് സക്സസ്ഫുള്ളി തിരിച്ചു വന്നു. ആ ഡ്രീം എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലാണ്. അപ്പോൾ അതൊരു ഫസ്റ്റ് എന്താ പറയുക, ഒരു ബിഗ് കൺഗ്രാറ്റ്സ് ടു അഖിൽ. 2-3 കാര്യങ്ങളുണ്ട് ഈ ഇവന്റിൽ. നമുക്ക് ആദ്യം അഖിലിന്റെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇവന്റിലോട്ട് പോകാം. സ്റ്റാറ്റസ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റ് വേൾഡിൽ അതെ അനന്തു എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു പയ്യനാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ തന്നെ എല്ലാ കാര്യവും ചെയ്യുന്നതാണ്. അപ്പം ആക്സിഡൻറ്റിൽ ആൾ പോയി. അപ്പം ഇന്ന് മേ ബി ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിരിക്കും ബോഡി കൊണ്ടുവരുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്കൊരു 1 മിനിറ്റ് ജസ്റ്റ് ഒരു പ്രയർ പോലെ പോകും. ഓക്കെ, ഇനി ഞങ്ങൾ ലാസ്റ്റ് വാഗമണ്ണ് പോയൊരു റൈഡിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട്. അതിന് നമുക്കിപ്പോൾ ഈ മീറ്റപ്പിന് 2 റീസൺസാണ് ഉള്ളത്. ഒന്ന്, നമ്മളൊരു സ്റ്റേ റൈഡ് ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അഭിലാഷ് ബാബു നമ്മുടെ യുവത്വത്തിന്റെ മുട്ടും പെൺകുട്ടികളുടെ സ്വപ്നമായ ഷിറോസ്. 360 കണ്ണൻ എന്റെ ടീമിൽ ആസ്ഥാന ബാറ്റ്സ്മാനാണ്. അടുത്തത് കിരൺ. അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശം വീഡിയോ എടുത്തു. സിനിമാറ്റോഗ്രാഫി 20 ഷോട്ടിൽ 10 വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. വിഷ്ണു. ഫോട്ടോ ഒരുമിച്ച് അനന്തു. ആണിയേറെ ടയറിൽ സങ്കല്പിക്കട്ടെ. രണ്ടാമത്തെ ചെറിയാണല്ലേ ആദ്യം 2 വാക്ക് സംസാരിക്കാൻ വിളിക്കുന്നു. ബ്രോ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പോലെ കണക്കാക്കാൻ പറ്റിയ ഒരു റൈഡായിരുന്നു. മൊത്തം ഇന്ത്യ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധിവരെ കവർ ചെയ്തിട്ട് വന്നു. നോർത്ത് ഈസ്റ്റും നേപ്പാളും പിന്നെ ഉത്തരാഖണ്ഡ് ആ ഭാഗമൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. മഹാരാഷ്ട്ര അങ്ങനെ കയറി ലഡാക്കൊക്കെ കയറിയിട്ട് നേരെ തിരിച്ച് താഴെ വരികയായിരുന്നു ചെയ്തത്. മഴയും ബാക്കി കാരണം ആ സൈഡ് പോകാൻ പറ്റിയില്ല. അപ്പോൾ സോളോ ട്രിപ്പ് പോകാനുള്ള പ്ലാനായിരുന്നു. ഞാൻ റൂട്ട് മാപ്പ് ഒന്ന് തയ്യാറാക്കിയിട്ട് വെറുതെ ഇൻസ്റ്റയിലൊന്ന് പോസ്റ്റ് ചെയ്തു, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്നറിയാൻ. അപ്പോൾ താല്പര്യം പറഞ്ഞ് ഒരുപാട് പേര് വന്നു. പക്ഷേ എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. സമയം ഒന്നാമത്തെ പ്രശ്നം, ഫണ്ട് രണ്ടാമത്തെ ഇഷ്യൂ. അങ്ങനെ ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് ബ്രോ ഉണ്ട്, അരുണുണ്ട്, അങ്ങനെ കുറേ പേര് അത് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. പിന്നെ അവനാണ് അതെ സാറായിരുന്നു, ഇപ്പോൾ സാറല്ല. അപ്പോൾ അങ്ങനെ അവൻ കൂടെ വന്നു. പിന്നെ അങ്ങനെ പോയി. അവൻ്റെ R15 ആണ്. അപ്പോൾ അങ്ങനെ 2 പേരും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഒരു 18,000 കിലോമീറ്റർ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ നമ്മളൊരു 13,000 കിലോമീറ്ററിൽ അത് ഫിനിഷ് ചെയ്യേണ്ടി വന്നു. ഒരു 7 കിലോമീറ്റർ കുറച്ചു. പക്ഷെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു പല രീതിയിലും. ഇപ്പം മെൻ്റലി ആയിരുന്നാലും നമ്മുടെ ഒരു ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരുടെ ആയിരുന്നാലും സപ്പോർട്ടും ഉണ്ട്, അതേപോലെ അതിൻ്റേതായ നെഗറ്റീവ് സൈഡും ഉണ്ട്. എന്തായാലും
അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വണ്ടിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഡോമിനർ ഓണേഴ്സാണ്. അതിൻ്റെ കംഫർട്ട് എന്തായിരിക്കുമെന്ന് ഞാൻ ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരു നെഗറ്റീവ് പറ. ഒരു നെഗറ്റീവും ഫീൽ ചെയ്തില്ല ഇതുവരെയും. 250 ആണെന്നുള്ള ട്രാവലിംഗിൽ ട്രാവലിംഗിൽ നെഗറ്റീവ് 1-2 സ്ഥലത്ത് പോയപ്പം ആൾക്കാർ ആദ്യം വന്ന് നമ്മളോട് സംസാരിക്കുമെങ്കിലും അത് കഴിഞ്ഞിട്ട് അവർക്ക് അറിയേണ്ടത് നമ്മുടെ റിലീജിയനാണ്. നിങ്ങൾ നമ്മളാളാണോ, അങ്ങനത്തെ ഒരു സംസാരം പലയിടത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ ശരിക്കും സപ്പോർട്ടീവായിട്ട് സംസാരിച്ച് ഹെൽപ്പ് ചെയ്തവരുണ്ടായിരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ പിന്നെ 4 പേരായി, 2 പയ്യന്മാരെയും കൂടെ മലയാളികളെയും കൂടെ നമുക്ക് കർത്തുങ്കിലെ വെച്ച് കിട്ടി. അപ്പോൾ അവന്മാർ നമ്മൾ ഏകദേശം തിരിച്ചു വരുന്നവരുണ്ടായിരുന്നു, കോഴിക്കോടും വയനാടും ഉള്ള പയ്യന്മാർ. നമ്മുടെ ആരുടെ കയ്യിൽ പൈസ, നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല ലഡാക്ക്, അറിയാം. അപ്പോൾ ആകെ 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ. അത് വെച്ചിട്ട് 4 പേർക്കുള്ള റൂം വേണം, ഫുഡും വേണം, 10 പൈസയില്ല. അപ്പോൾ ആ കടയിലുള്ള ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉറങ്ങണം, ഒരു നേരത്തെ ആഹാരം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇന്നിവിടം ചെയ്തിട്ട് ഇനി ഒരു 4 കിലോമീറ്ററോ 30 കിലോമീറ്ററോ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടും. അവിടെ ചെന്ന് ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി, തിരിച്ചു കൊണ്ടുവന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ പോയി ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ സമ്മതിക്കില്ല, കിടന്ന് ഉറങ്ങിയ ഫുഡ് അടിക്കുക പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഹെൽപ്പിംഗ് മൊമെൻ്റായിട്ട് ഫീൽ ചെയ്തു. 10 പൈസ കയ്യിലില്ലാതെ അന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങി, അവിടെ നിന്ന് ആഹാരവും കഴിച്ച് അടുത്ത ദിവസം രാവിലെ എണീറ്റ് പോയി, നമ്മുടെ സ്വന്തം വീട് പോലെ. അടുത്ത ദിവസം രാവിലെ നമുക്ക് ഫസ്റ്റ് നെറ്റ്വർക്ക് എവിടെ നിന്ന് കിട്ടിയോ അവിടെ നിന്ന് അവർക്കുള്ള പൈസ നമ്മളത് പേ ചെയ്തിട്ട് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. വളരെ വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. നമ്മൾ ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഏതെങ്കിലും വല്ലയിടത്തും പോയി റൂം ചോദിക്കുമ്പോൾ അങ്ങ് കൊമ്പത്തെ വില പറയും, 1500, 2000, 3000 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും നമ്മളിൽ പൈസയൊന്നും ഇല്ലാന്ന്. ഈ കോട്ടൊക്കെ ഇട്ട് വലിയ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് നിൻ്റെ ഒന്നും പൈസ ഇല്ലേ, അങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസും ഒരു പരിധി വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നമുക്ക് ഒരു നൈസ് ട്രിപ്പായിരുന്നു. അങ്ങോട്ട് വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണം. ഫുള്ള് കിട്ടും. കേക്ക് കുടിക്കാം. അടിച്ചേറി എപ്പോഴും പറഞ്ഞില്ല.